ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 22 മുതൽ വാക്യങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മികച്ച സുഗന്ധദ്രവ്യങ്ങൾ എടുക്കുക. വിശുദ്ധ മന്ദിരത്തിൽ നിലവിലിരിക്കുന്ന ഷെക്കേലിൻ്റെ കണക്കനുസരിച്ച് 500 ഷെക്കേൽ വിശുദ്ധമായ മീറയും 20 ഷെക്കേൽ സുഗന്ധമുള്ള കറുവാപ്പട്ടയും 20 ഷെക്കേൽ സുഗന്ധ സസ്യവും 500 ഷെക്കേൽ അമരിപ്പട്ടയും 1 ഹിൻ ഒലിവെണ്ണയും എടുക്കുക. സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഒരു വിശുദ്ധ തൈലമുണ്ടാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കും. സമാഗമ കൂടാരവും സാക്ഷ്യ കൂടാരവും അതുകൊണ്ട് അഭിഷേകം ചെയ്യണം. മേശയും വിളക്കുകാലും അവയുടെ ഉപകരണങ്ങളും ധൂപവും ദഹന ബലിപീഠവും ഉപകരണങ്ങളും ക്ഷാളന പാത്രവും അതിൻ്റെ പീഠവും നീ അഭിഷേകം ചെയ്യണം. ഏറ്റവും പരിശുദ്ധമാകേണ്ടതിന് അവയെ നീ വിശുദ്ധീകരിക്കണം. അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമായിരിക്കും. പുരോഹിതനായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അഹറോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുകയും വേർതിരിച്ച് നിർത്തുകയും ചെയ്യുക. നീ ഇസ്രായേൽക്കാരോട് പറയണം, ഇത് തലമുറ തോറും എനിക്കായുള്ള അഭിഷേക തൈലമായിരിക്കും. ഇത് സാധാരണക്കാരുടെ മേൽ ഒഴിക്കരുത്. കൂട്ടുവസ്തുക്കൾ ഈ കണക്കിൽ ചേർത്ത് മറ്റൊരു തൈലം ഉണ്ടാക്കുകയും അരുത്. അത് വിശുദ്ധമാണ്. നീ അതിനെ വിശുദ്ധമായി കരുതണം. ആരെങ്കിലും ഇതുപോലൊരു ചേരുവ ഉണ്ടാക്കുകയോ സാധാരണക്കാരൻ്റെ മേൽ ഒഴിക്കുകയോ ചെയ്താൽ അവൻ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ദേവദാരു തൈലം, നറുവശ, ഗുൽഗുലു, കുന്തിരിക്കം എന്നീ സുഗന്ധ ദ്രവ്യങ്ങൾ സമമായി എടുക്കുക. സുഗന്ധ തൈലം നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഉപ്പ് ചേർത്ത് ധൂപാർപ്പണത്തിനുള്ള വിശുദ്ധമായ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുക. അതിൽ നിന്ന് കുറെ എടുത്ത് നേർമയായി പൊടിച്ച് ഒരു ഭാഗം ഞാൻ നിങ്ങളെ സ്പർശിക്കുന്ന സമാഗമ കൂടാരത്തിലെ സാക്ഷ്യപീഠത്തിൻ്റെ മുമ്പിൽ വെക്കുക. അതിനെ ഏറ്റവും പവിത്രമായി കരുതണം. നിങ്ങൾക്ക് വേണ്ടി ഈ ചേരുവ കണക്കനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കരുത്. കർത്താവിന് പരിശുദ്ധമായ ഒന്നായി അതിനെ കരുതണം. പരിമളത്തിനു വേണ്ടി ആരെങ്കിലും അത് ഉണ്ടാക്കിയാൽ അവൻ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. പ്രിയമുള്ളവരെ, വളരെ വിദഗ്ധമായിട്ട് അഭിഷേക തൈലവും വിശുദ്ധ തൈലവും ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് നാം കേട്ടത്. നമുക്കറിയാം, നമ്മളുടെ പഴയ നിയമകാലത്ത് പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും വാഴിക്കാൻ സുഗന്ധ തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്യുന്നതായിട്ട് വേദപുസ്തകം നമുക്ക് സാക്ഷ്യമാവുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമത്തിലും നമുക്കറിയാം ഈ അഭിഷേക തൈലം ഇന്നും നാം ഉപയോഗിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഇത്രയും പരിശുദ്ധവും പരിപാവനവുമായി ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ മോശയെ പ്രത്യേകമായി ദൈവം നിയോഗിച്ചയക്കുകയും ആ മോശയ്ക്ക് പിൻഗാമിയായിട്ട് വരുന്ന പുരോഹിതരെ അത് കൊണ്ട് അഭിഷേകം ചെയ്ത് വേർതിരിച്ചു മാറ്റി നിർത്താനും ഒക്കെ പറയുകയും അതുപോലെ തന്നെ ആ പരിശുദ്ധമായ പരിസരം ശുദ്ധിയാക്കാൻ അത് ഈ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് അതിനെ വേർതിരിക്കാനും ഒക്കെ ദൈവം പഴയ നിയമത്തിൽ മോശയോട് കൽപ്പിച്ചരുളിയത് ഇന്നും നമ്മുടെ ഇടയിൽ പ്രായോഗികമായി നമ്മൾ കൊണ്ടുപോകുന്നില്ലേ?
ദൈവം വസിക്കുന്ന ഇടമെന്നുള്ളത് പുരോഹിതന്മാരെ നമ്മൾ അറിയാം. നമുക്ക് ആ പുരോഹിത ശുശ്രൂഷയിലൊക്കെയും ഈ തൈലാഭിഷേകമുണ്ട്. ഇനി നമുക്ക് ദേവാലയ നിർമ്മിതിയിൽ കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന ഇടവും ഈ അഭിഷേക തൈലത്താൽ വേർതിരിക്കപ്പെടുന്നത്. വിശുദ്ധ വസ്ത്രങ്ങൾ പോലും അങ്ങനെ വേർതിരിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുക. ഇത്രയേറെ പരിശുദ്ധമായ ശുശ്രൂഷയിലാണ് ഓരോ പുരോഹിതനും പങ്കുചേരുന്നു എന്നുള്ള ബോധ്യം എവിടെയോ പുരോഹിതർക്ക് പോലും നഷ്ടപ്പെട്ടു പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ അലക്ഷ്യമായിട്ട് മതബഹായും പുരോഹിത വസ്ത്രങ്ങളും പുരോഹിതനെ പോലും അലക്ഷ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് നാം കടന്നു പോകുമ്പം, പ്രിയമുള്ളവരെ, നമ്മളുടെ അജ്ഞതയാ ഇതിനെല്ലാം കാരണമെന്ന് ചിന്തിക്കാതിരിക്കാൻ വയ്യ. എവിടെയാ നമുക്ക് പാളിച്ച പറ്റിയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായതിനെ പരിശുദ്ധമായി കാണാൻ മറ്റാരുടെയും മേൽ ഇത് ഒഴിക്കരുത്. കർത്താവ് വളരെ വ്യക്തമായി പറയുക, ഒരു പൗരോഹിത്യത്തിനല്ലാത്ത മറ്റൊരുത്തിന്റെ മേൽ ഇത് ഒഴിക്കരുത്, മറ്റൊരു കാര്യത്തിന് ഇത് ഉപയോഗിക്കരുത്. ഇത്രയൊക്കെ കർശന നിർദ്ദേശം നമുക്കുണ്ടായിട്ടും അന്ന് മുതൽ ഇന്നോളം അത് പരികർമ്മം ചെയ്തു പോന്നിട്ടും ഇന്നത്തെ കാലത്ത് എന്തേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ദൈവസന്നിധിയിൽ നിലവിളിക്കാം, പ്രാർത്ഥിക്കാം, വിശുദ്ധി തിരിച്ചു പിടിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഉപവാസവും കണ്ണീരും ഒഴുക്കുകയല്ലാതെ ഒരു വഴിയില്ല. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ